അധ്യായം 2. പ്രിൻസിപ്പൽ സാർ, ചേതൻ മരിച്ചിട്ടില്ല. ഡോക്ടറുടെ അലർച്ച ആ കെട്ടിടമാകെ അലയടിച്ചു. നിമിഷ നേരം കൊണ്ട് ചേതന്റെ മുറി ആൾക്കാരെ കൊണ്ട് നിറഞ്ഞു. എല്ലാവരും ഒരുപോലെ ഞെട്ടലിലായിരുന്നു. നിങ്ങളൊക്കെ ആരാ? എന്തിവിടെ നടക്കുന്നേ? ജഗൻ എല്ലാവരോടുമായി ചോദിച്ചു. അതാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. മരിച്ചുപോയ നീ എങ്ങനെയാണ് ജീവനോടെ ഇരിക്കുന്നത്? ആശ്ചര്യം വിട്ടുമാറാതെ അവർ മറുപടി പറഞ്ഞു. ദൈവമേ, ഞാൻ മരിച്ചില്ലേ? അപ്പോ സുനാമി വന്നതോ? ഞാൻ ലൈബ്രറിയിൽ വെച്ച് വെള്ളത്തിൽ മുങ്ങി ശ്വാസം കിട്ടാതെ പിടഞ്ഞതോ? അതൊക്കെ ഒരു സ്വപ്നമായിരുന്നോ? അവൻ ചിന്തിച്ചു. ചേതൻ, നിന്നെ വീണ്ടും കാണാൻ പറ്റുമെന്ന് ഞാൻ കരുതിയില്ല. എല്ലാവരെയും മറികടന്ന് പ്രിൻസിപ്പൽ തരകൻ മുന്നിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. ചേതനോ? സാർ, ഞാൻ ചേതനല്ല. നിങ്ങൾക്ക് ആള് മാറിയതാണ്. എനിക്ക് എന്റെ വീട്ടിൽ പോണം. ഇതെവിടെയാ സ്ഥലം? ചേതൻ, വീഴ്ചയുടെ ആലസ്യം ഇനിയും മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. ഇന്ന് നന്നായി റെസ്റ്റ് എടുക്ക്. പിന്നെ രാവിലെ പറഞ്ഞതിൽ മാറ്റമില്ല. ഒരു കുട്ടിയെ നിന്റെ കീഴിൽ ചേർത്തേ പറ്റൂ. മറക്കണ്ട, ഡീൽ ഈസ് ഡീൽ. മറക്കണ്ട, ടേക്ക് കെയർ. ഇത്രയും പറഞ്ഞുകൊണ്ട് പ്രിൻസിപ്പൽ അവിടെ നിന്നും പോയി. അപ്പോഴാണ് ചേതന്റെ ഉറ്റ സുഹൃത്തും മാജിക് അക്കാദമിയിലെ പിയൂണുമായ അലക്സ് അവിടേക്ക് വന്നത്. ചേതൻ, നീ ഓക്കെ അല്ലടാ? നിന്നെ കണ്ടപ്പോഴാ എന്റെ ശ്വാസം നേരെയത്. നിന്റെ ഒരു കുടി. ഇന്ന് നീ ഇത് അവസാനിപ്പിച്ചോളണം. അവന്റെ പരിഭ്രമം ഇനിയും മാറിയിട്ടില്ലായിരുന്നു. ആരാണീ ചേതൻ? എന്നെ നോക്കി എല്ലാവരും എന്താ ഒരേ കാര്യം പറയുന്നത്? ജഗന്റെ മനസ്സിലൂടെ പല ചിന്തകളും കടന്നുപോയി. കുടിച്ച് ബോധമില്ലാതെ എന്തിനാ പുഴക്കരയിൽ പോയത്? വേറെവിടെയോ നോക്കിയിരുന്ന ചേതന്റെ കൈ പിടിച്ച് കുലുക്കിക്കൊണ്ട് അലക്സ് ചോദിച്ചു. അപ്പോഴാണ് ചേതൻ അവന്റെ കൈവിരലുകൾ ശ്രദ്ധിക്കുന്നത്. 5 വിരലുകൾക്കും ഒരേ വലിപ്പമായിരുന്നു. പരന്നു തടിച്ച് നീളം കുറഞ്ഞ അലക്സിന്റെ രൂപവും അല്പം വ്യത്യസ്തമായിരുന്നു. നമ്മളെപ്പോലൊക്കെ തന്നെ. പക്ഷെ ഇവിടെ എല്ലാരും കുറച്ച് വ്യത്യസ്തരാണല്ലോ. ഇതേതാ രാജ്യം? ഇനി വല്ല ഗുഹാമനുഷ്യരുടെ ഇടയിലെങ്ങാനോ ആണോ? എവിടെയോ എന്തോ പന്തികേട് തോന്നിയ ജഗൻ ചാടി എഴുന്നേറ്റു. ആരാണ് നിങ്ങളൊക്കെ? ഞാനിത് എവിടെയാണ്? എനിക്ക് എന്റെ വീട്ടിൽ പോണം. പരിഭ്രാന്തിയോടെ അവൻ ഇറങ്ങി ഓടാൻ ശ്രമിച്ചു. നിനക്കിത് എന്തു പറ്റി? സത്യം പറടാ. ഇന്നലെ നീ വല്ല പുതിയ ബ്രാൻഡോ മറ്റോ ട്രൈ ചെയ്തോ? ആകെ മൊത്തൊരു കിളിപോയ അവസ്ഥയാണല്ലോ. ജഗന്റെ കയ്യിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് അലക്സ് പറഞ്ഞു. അലക്സിൽ നിന്ന് കൈ വിടുവിപ്പിക്കാൻ നോക്കവേ ചേതൻ തന്റെ വിരലുകൾ കണ്ട് ഞെട്ടിപ്പോയി. എന്റെ വിരലുകൾ എന്താ ഇങ്ങനെ? അലക്സിന്റെ കൈവിരലുകൾ പോലെ തന്നെയാണ് തന്റെ വിരലുകളും എന്ന തിരിച്ചറിവിൽ അവൻ സ്തംഭിച്ചു നിന്നു. അവൻ തന്റെ വിരലുകൾ മാറി മാറി നോക്കി. പരിഭ്രമത്തോടെ തലയുയർത്തി നോക്കിയതും മുറിയിലെ കണ്ണാടിയിൽ അവൻ അവന്റെ രൂപം കണ്ടു. അവന്റെ ശരീരം അടിമുടി വിറയ്ക്കാൻ തുടങ്ങി. ദൈവമേ, ആരാണത്? എന്റെ മുഖത്തിന് എന്തു പറ്റി? ഇതേതാ സ്ഥലം? മറ്റൊരു ലോകമാണോ? അതോ എന്റെ പുനർജന്മമാണോ അത്? അങ്ങനെയെങ്കിൽ ഞാനൊരു കൊച്ചു കുട്ടിയായല്ലേ ജനിക്കേണ്ടത്? ഈ തടിയന്റെ ശരീരത്തിൽ ഞാൻ എന്താണ് ചെയ്യുന്നത്? ജഗൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലെത്തി. കടൽക്ഷോഭവും ലൈബ്രറി മുങ്ങിപ്പോയതും അച്ഛന്റെ അവസാന വാക്കുകളും പെട്ടെന്ന് അവന്റെ മനസ്സിൽ മുഴങ്ങിക്കേക്കുന്നതായി തോന്നി. അച്ഛന്റെ പുസ്തകം എവിടെ? ഡെസ്റ്റിനി, അതിനെന്ത് സംഭവിച്ചു? ഞൊടിയിടയിൽ അവന്റെ കൺമുന്നിൽ എല്ലാം നിശ്ചലമായി. കണ്ണുകൾ താനെ അടഞ്ഞു. എങ്ങും സ്വർണം നിറം മാത്രം. അതിനിടയിലൂടെ ഡെസ്റ്റിനി പുസ്തകം തെളിഞ്ഞു വന്നു. ഡെസ്റ്റിനി, ഇതൊരു സാധാരണ പുസ്തകമല്ലല്ലോ. എന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇനി ഡെസ്റ്റിനിയാണോ? എന്റെ മനസ്സിൽ എങ്ങനെ ഇതെല്ലാം വരുന്നത്? ജഗൻ, ഇത് നിന്റെ പുനർജന്മമാണ്. ഇനി നീ കാണാനും അറിയാനും പോകുന്ന കാര്യങ്ങളെല്ലാം ഇതുവരെ നീ അനുഭവിച്ചതിൽ നിന്നും ഏറെ വ്യത്യസ്തമായിരിക്കും. കാരണം ഇത് ഭൂമിയല്ല. ഇവിടുള്ളവർ സാധാരണ മനുഷ്യരുമല്ല. ഈ ലോകത്തിലേക്ക് നീ എന്തിനാണ് എത്തിച്ചേർന്നതെന്നും എന്തിനാണ് ഈ ശരീരത്തിൽ പ്രവേശിച്ചതെന്നും കാലം നിനക്ക് മുന്നിൽ തുറന്നു കാണിക്കും. നിന്റെയും ഈ മായിക ലോകത്തിന്റെയും നിലനിൽപ്പ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഇനി ഇവിടമാണ് നിന്റെ വീട്. ഇനി നീ ജഗനല്ല, ചേതനാണ്. ചേതൻ. പുസ്തകത്തിൽ നിന്നും അശരീരി ഉയർന്നത് കേട്ട് അവൻ പരിഭ്രാന്തനായി. വിശ്വസിക്കാനാവുന്നില്ലെങ്കിലും ഇവിടെ നടന്നത് ഒന്നും സ്വപ്നമല്ല എന്ന സത്യം ജഗന് മനസ്സിലായി. അവൻ തന്റെ മനസ്സിനെ ശാന്തമാക്കി. ഡെസ്റ്റിനി പുസ്തകം അപ്രത്യക്ഷമായി. പതിയെ അവന്റെ കണ്ണുകൾ തുറന്നപ്പോൾ അലക്സ് മുമ്പിലിരിക്കുന്നത് കണ്ടു. എന്താ ചേതൻ, ആർ യു ഓക്കെ നൗ?
അലക്സ് അവനോട് ചോദിച്ചു. ചേതൻ മറുപടി പറഞ്ഞില്ല. ഡാ, നീ എന്തോന്നും പറയാതെ? വെള്ളത്തിൽ വീണപ്പോ നിന്റെ തലയ്ക്കെന്തെങ്കിലും പറ്റിയോ? ചേതനെ കുലുക്കിക്കൊണ്ട് അലക്സ് ചോദിച്ചു. ആ സമയത്ത് ഡോക്ടർ റൂമിലേക്ക് വന്നു. ചേതൻ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്റെ കരിയറിൽ ആദ്യത്തെ അനുഭവമാണത്. എന്തായാലും ഇന്ന് തന്നെ വീട്ടിൽ പൊക്കോളും. ഇപ്പോഴുള്ള അസ്വസ്ഥതകളൊക്കെ മാറിക്കോളും. ഡോക്ടർ പറയുന്നത് യാന്ത്രികമായി കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ചേതൻ. കണ്ണ് മിഴിച്ചിരിക്കാതെ വാ, വീട്ടിൽ പോവാം. അലക്സ് അവന്റെ കൈ പിടിച്ച് മെല്ലെ നടത്തിച്ചു. ആശുപത്രിയുടെ പുറത്തെ ലോകം അവന്റെ ചിന്തകൾക്ക് അതീതമായിരുന്നു. അവനൊരു കൊച്ചുകുഞ്ഞിനെ പോലെ ചുറ്റും കൗതുകത്തോടെ നോക്കി നടന്നു. മരം കൊണ്ടുണ്ടാക്കിയ വലിയ ഒറ്റചക്രമുള്ള ഒരു രൂപത്തിന്റെ അടുത്തേക്കാണ് അലക്സ് അവനെ കൂട്ടിക്കൊണ്ടുപോയത്. അതൊരു ഡിജിറ്റൽ കാറാണെന്ന് പിന്നീടാണ് അവന് മനസ്സിലായത്. തന്റെ കുറിയ വിരലുകൾ മാത്രം വെച്ച് അലക്സ് അത് ഓടിക്കുന്നത് ആശ്ചര്യത്തോടെ അവൻ നോക്കി നിന്നു. പച്ച നിറമുള്ള ആകാശവും കടും ചുവപ്പ് നിറങ്ങളുള്ള ചെടികളും മഴവിൽ മലകളും നിറഞ്ഞ ഒരു പുതിയ ലോകം ജഗന്റെ കണ്ണുകൾ ഒപ്പിയെടുത്തു. ഡ്രാഗൺ ആകൃതിയിലുള്ള ചെറിയ പക്ഷികൾ ആകാശത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നു നടക്കുന്നുണ്ടായിരുന്നു. ഭൂമിയേക്കാൾ 10 മടങ്ങ് സുന്ദരമാണിവിടം, അവൻ ചിന്തിച്ചു. വഴിയിൽ കണ്ട വീടുകൾക്കെല്ലാം ഒരേ ആകൃതിയായിരുന്നു. ഒറ്റനോട്ടത്തിൽ ഏതോ ഒരു ഭീമൻ പക്ഷി ഇട്ട മുട്ട പോലെ ജഗന് തോന്നി. വീടെത്തി, ഇറങ്ങ്. അലക്സ് വണ്ടി നിർത്തി. ജഗൻ പതിയെ കാറിൽ നിന്ന് ഇറങ്ങി നിന്നു. മുമ്പിലായി ഗോളാകൃതിയിലുള്ള 5 വീടുകളുണ്ടായിരുന്നു. അയ്യോ, ഇതിലേത് വീട്ടിലേക്കാണ് പോവേണ്ടത്? ചേതന്റെ വീട് അതിലേതാണെന്നറിയാത്ത ജഗൻ ആശങ്കയിലായി. ആ, ഒരു വഴിയുണ്ട്, അവൻ ചിന്തിച്ചു. അയ്യോ, എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, കാലുകൾ വേദനിക്കുന്നു. തന്റെ കാലുകൾ പിടിച്ച് നിലത്തേക്കിരുന്ന് അവൻ വേദന അഭിനയിച്ചു. അയ്യോ, പെട്ടെന്ന് എന്തു പറ്റി? ഇവിടെ എത്തുന്നവരെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് അലക്സ് ചോദിച്ചു. അറിയില്ല, എന്റെ കാലിന് നല്ല വേദന, നടക്കാനാവുന്നില്ല. നീ എന്നെ ഒന്ന് വീട് വരെ എത്തിക്കോ. ശരി വാ, ഞാനാക്കി തരാം. ഐഡിയേറ്റ സന്തോഷത്തിൽ ഉള്ളിൽ അവൻ ചിരിച്ചു. അലക്സ് അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് വീടിന് അടുത്തേക്ക് നടന്നു. ആകെ അലങ്കോലമായി കിടക്കുന്ന വീട് കണ്ട് ജഗൻ അറപ്പു തോന്നി. അവൻ മുഖം ചുളിച്ചു. എന്താടാ വൃത്തികെട്ടൊരു റിയാക്ഷൻ? നിന്റെ വീട് നീ മറന്നോ? അവന്റെ മുഖഭാവം ശ്രദ്ധിച്ചുകൊണ്ട് അലക്സ് ചോദിച്ചു. ഇല്ല, ഞാൻ വെറുതെ. എന്നാ നീ റെസ്റ്റ് എടുക്ക്, ഞാൻ പോയി നാളെ രാവിലെ വരാം. അലക്സ് അവിടെ നിന്നും പോയി. അരികിലെ ഉരുണ്ട തടി സോഫയിൽ അവൻ ഇരുന്നു. അവൻ ആകെ അവശനായിരുന്നു. പഴയ കാര്യങ്ങൾ ഓർക്കാൻ അവൻ ശ്രമിച്ചു. പെട്ടെന്ന് അവന്റെ ശ്രദ്ധ മുറിയിലെ ഒരു പൊട്ടിയ കണ്ണാടിമേലായി. അവൻ അതെടുത്ത് സ്വന്തം രൂപം നോക്കി. എനിക്ക് നീ ആരാണെന്നറിയില്ല. ഇതെന്റെ അച്ഛൻ എനിക്ക് തന്ന 2ാം ഊഴമാണ്. എന്റെ മരണത്തിന്റെയും പുനർജന്മത്തിന്റെയും ഒക്കെ പുറകിൽ ശക്തമായ എന്തോ കാരണമുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. ആ, എല്ലാം കാലം തെളിയിക്കട്ടെ. ഇന്നു മുതൽ ഞാൻ നീയായിരിക്കും ചേതൻ. കണ്ണാടി നോക്കി ഏറെ നേരം ഇരുന്ന ചേതൻ അറിയാതെ ഉറങ്ങിപ്പോയി. പിറ്റേന്ന് ഉറക്കമിണീറ്റ് അവൻ വീടിന് പുറത്തേക്കിറങ്ങി പച്ച നിറമുള്ള ആകാശത്തേക്ക് നോക്കി നിന്നു. അവൻ എന്തെന്നറിയാത്ത ഒരു ഉന്മേഷം അനുഭവപ്പെട്ടു. അപ്പോഴാണ് തന്നെ ആരോ വിളിക്കുന്നത് പോലെ അവന് തോന്നിയത്. ചേതൻ, എങ്ങനെയുണ്ടടാ? വീടിന് മുന്നിൽ കാർ നിർത്തി അലക്സ് അവനോട് ചോദിച്ചു. ഇപ്പൊ എന്നെ നോക്കി നീ തന്നെ പറഞ്ഞേ, എങ്ങനെയുണ്ട് എന്നെ കാണാൻ? അവനിലെ പുത്തൻ പ്രസരിപ്പ് അലക്സിനെ ആശ്ചര്യപ്പെടുത്തി. ഇന്നലെ വരെ കണ്ട വഷളം ചേതനല്ല, കണ്ടില്ലേ, ഇത് പുതിയ ചേതന, ചേതൻ 2.0. ഇതെന്തൊരു മാറ്റം, അതും ഒറ്റ രാത്രി കൊണ്ട്. ഇനിയാണ് കളി തുടങ്ങാൻ പോകുന്നത് മോനെ. ചേതൻ ആരാണെന്ന് ഈ ലോകത്തെ കാണിക്കും ഞാൻ, ആത്മവിശ്വാസത്തോടെ അവൻ പറഞ്ഞു. അല്ലെങ്കിലും നീ ആരാണെന്ന് കാണിച്ചേ പറ്റുള്ളൂ. ചുമ്മാ ഡയലോഗ് അടിക്കാതെ ഒരു വിദ്യാർത്ഥിയെ ചേർത്ത് സ്വന്തം പണി കളയാൻ നോക്ക്, അലക്സ് അവനോട് പറഞ്ഞു. ആ മതി മതി, നീ വണ്ടി എടുക്ക്. ചേതൻ, തമാശയല്ല. നിനക്കിപ്പോ മാന്ത്രിക ശക്തികൾ ഒന്നും തന്നെയില്ല. മാത്രമല്ല, നിന്റെ ശാരീരിക ക്ഷമത ലെവൽ 3 ആണ്. അതുകൊണ്ട് നിന്റെ അടുത്ത് വരുന്ന വിദ്യാർത്ഥികൾ പോലും നിന്നേക്കാൾ ബലവാന്മാരായിരിക്കും. കള്ളം പറഞ്ഞിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും ഒരു വിദ്യാർത്ഥിയെ ചേർക്കാൻ നോക്കണം, ഇല്ലെങ്കിൽ നിന്റെ പണി തെറിക്കും, അലക്സ് ഉപദേശിച്ചു. മാന്ത്രിക ശക്തിയോ? അതെന്താ? അമ്പരപ്പോടെ ചേതൻ ചോദിച്ചു. ഒരെണ്ണം തന്നാലുണ്ടല്ലോ, ഇന്നലെ നിന്റെ തലയ്ക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. തൽക്കാലം നീ വേറൊന്നും ചിന്തിക്കണ്ട, വേഗം പോയി ഒരു വിദ്യാർത്ഥിയെ ചേർക്കാൻ നോക്ക്. നിമിഷങ്ങൾക്കകം അവർ സ്കൂൾ ഓഫ് മാജിക്കിൽ എത്തിച്ചേർന്നു. ചേതൻ അത്ഭുതത്തോടെ ചുറ്റും നോക്കി. അന്തരീക്ഷത്തിൽ എങ്ങും പൊങ്ങിക്കിടക്കുന്ന കൽത്തൂണുകൾ. എന്തായിരിക്കും അതെന്ന് ആശ്ചര്യത്തോടെ ചിന്തിച്ചുകൊണ്ട് അവൻ അകത്തേക്ക് കയറി. അവന്റെ മുന്നിൽ
3 വാതിലുകൾ തുറക്കപ്പെട്ടു. ഒരു നിമിഷം ആലോചിച്ച് ചേതൻ ഇടതുവശത്തേക്ക് തിരിഞ്ഞു. ഇവനെ ഞാൻ... ഡാ, നീ ആ വഴിക്ക് അങ്ങോട്ടാ, ടീച്ചേഴ്സ് റൂം നേരെയല്ലേ? അലക്സ് പെട്ടെന്ന് ചേതന്റെ കയ്യിൽ പിടിച്ചു നിർത്തി. ആ ശരിയാ, പെട്ടെന്ന് തെറ്റിപ്പോയി. ഒരു പരുങ്ങലോടെ പറഞ്ഞുകൊണ്ട് അവൻ ഉള്ളിലേക്ക് കയറി. അലക്സ് ഓഫീസ് മുറിയിലേക്ക് പോയതോടെ തനിച്ചായ ചേതൻ തന്റെ മുറി നോക്കി വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന കോണിപ്പടികളിലൂടെ മുന്നോട്ട് പോയി. പടിക്കെട്ടിന് ഇരുവശവും ഒരുപാട് മുറികളുണ്ടായിരുന്നു. എല്ലാ മുറികളും ഒരുപോലെ ഉണ്ടല്ലോ, ഇതിലേതാ ചേതന്റെ? സംശയത്തോടെ അവൻ മുന്നോട്ട് നടന്നു. അടുക്കും ചിട്ടയുമുള്ള ഒരുപാട് മുറികളുടെ ഇടയിൽ പൊടി പിടിച്ച് ആകെ വൃത്തികേടായി കിടക്കുന്ന ഒരു മുറി അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ, ഇത് തന്നെ ചേതന്റെ മുറി. അവന്റെ വീടിന്റെ കോലം ഞാൻ കണ്ടാണല്ലോ, വൃത്തികേട്ടവൻ. ചിരിച്ചുകൊണ്ട് ചേതൻ അകത്തേക്ക് കയറി. അലങ്കോലമായി കിടന്ന ആ മുറി വളരെ കഷ്ടപ്പെട്ട് അവൻ വൃത്തിയാക്കി. അലക്സ് പറഞ്ഞതുപോലെ ഒരു സ്റ്റുഡന്റിനെ കിട്ടാൻ എന്താ വഴി? ഇവിടത്തെ രീതികളൊന്നും എനിക്കറിയില്ലല്ലോ. ചേതൻ ചിന്തിച്ചിരിക്കെ, എക്സ്ക്യൂസ് മീ സർ, ലിൻഡ മാമിന്റെ റൂം എവിടെയാ? ഒരു വിദ്യാർത്ഥിനി അവിടേക്ക് വന്നു. ലിൻഡ മാം? ഓ, നമ്മുടെ ലിൻഡ മാം. എന്താ കാര്യം? അവർ ആരാണെന്ന് അറിയില്ലെങ്കിലും അത് ഭാവിക്കാതെ ചേതൻ മറുപടി പറഞ്ഞു. സാർ, ഞാൻ അവരുടെ കീഴിൽ ചേരാൻ വന്നതാ. പുതിയ അഡ്മിഷൻ ആണല്ലേ, ഒരു ബുദ്ധി പ്രയോഗിച്ചു നോക്കിയാലോ? കിട്ടിയാ കിട്ടി, ഇനി ട്രൈ ചെയ്തില്ലെന്ന് വേണ്ട. അവൻ ചിന്തിച്ചു. ചേരാൻ വന്നതോ? ഇവിടെ എന്താ നടക്കുന്നെന്ന് നീ അറിഞ്ഞില്ലേ? വാ, ഇവിടെ വന്നിരിക്കെ, പറയാ. കണ്ണു ചുരുക്കി വിചിത്രമായി നോക്കിക്കൊണ്ട് അവൾ ചേതന്റെ മുന്നിൽ വന്നിരുന്നു. ഇവിടെ പ്രൊഫസർമാര് വിദ്യാർത്ഥികളെ ചേർക്കുന്ന നിർത്തിയിട്ട് കുറച്ചു നാളായല്ലോ. ഇനി അടുത്ത വർഷം അഡ്മിഷനുള്ളൂ. ഗൗരവം അഭിനയിച്ച് ചേതൻ അവളോട് പറഞ്ഞു. അങ്ങനെ ആരും പറയുന്ന കേട്ടില്ലല്ലോ. സത്യമാണോ? ഇവിടെ ലിൻഡ മേമിന്റെ കീഴിൽ പഠിക്കാൻ വീട്ടിൽ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കി വന്നതാണ് ഞാൻ. തല കുനിച്ച് വിഷമിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ആഹാ, നമ്പർ അയക്കുന്നുണ്ടല്ലോ. ചിരി കടിച്ചമർത്തിക്കൊണ്ട് ചേതൻ മനസ്സിൽ പറഞ്ഞു. കുട്ടി, ലിൻഡ മാം വളരെ സ്ട്രിക്റ്റ് ആണ്. മാനേജ്മെന്റ് പറയുന്നതിനപ്പുറം ഒന്നും ചെയ്യില്ല. ഞാനൊക്കെ ആണെങ്കിൽ പിന്നെയും... സാർ പ്ലീസ്, ലിൻഡ മാം ഇല്ലേലും കുഴപ്പമില്ല. സാറെങ്കിലും സഹായിക്കാമോ? ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. ഇവിടെ ചേരാതെ തിരിച്ചു പോകാനാവില്ല. എന്നെ സാറിന്റെ സ്റ്റുഡന്റായി ചേർക്കാമോ? അവൾ ചേതനോട് അപേക്ഷിച്ചു. സക്സസ് ചേതൻ, സക്സസ്. പക്ഷേ പെട്ടെന്ന് സമ്മതിക്കണ്ട, വില പോവും. അവൻ ഉള്ളിൽ പറഞ്ഞു. ഇല്ല, എനിക്ക് പറ്റില്ല. അത് നമ്മുടെ സ്കൂളിലെ നിയമത്തിനെതിരാ. കുട്ടി അടുത്ത വർഷം വരൂ, അപ്പ ജോയിൻ ചെയ്യാം. ചേതൻ ഗൗരവം നടിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് അവൾ ഒന്നും മിണ്ടാതെ ആ മുറിയിൽ നിന്നും ഇറങ്ങി നടന്നു. അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. അയ്യോ, പോയോ? എന്റെ പ്ലാനെല്ലാം വെറുതെ ആവുമല്ലോ. ചേതൻ വേഗം എഴുന്നേറ്റു. ഒരു മിനിറ്റ്. അവൾ പതുക്കെ തിരിഞ്ഞു നോക്കി. നിന്നെ കാണുമ്പോ എനിക്ക് പാവം തോന്നുന്നു. ശരി, കരയണ്ട. നീ ഇത്ര റിക്വസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് നിന്നെ ഞാൻ എന്റെ സ്റ്റുഡന്റായി ചേർക്കാം. അവളുടെ കണ്ണുകൾ വിടർന്നു. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. സാർ എനിക്ക് വളരെ വലിയൊരു സഹായമാണ് ചെയ്തത്. അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് സന്തോഷത്തോടെ അവന്റെ അടുത്തേക്ക് ഓടി വന്നു. ഞാനല്ല, നീയാണ് എന്റെ ജീവിതം തിരിച്ചു തന്നത് കുട്ടി. അതിനൊരായിരം നന്ദി. ചേതൻ പുഞ്ചിരിച്ചുകൊണ്ട് മനസ്സിലോർത്തു. എന്താ നിന്റെ പേര്? അവൻ ചോദിച്ചു. മേഘ. മധുരമൂറും ശബ്ദത്തിൽ അവൾ പറഞ്ഞു. ശരി മേഘ, നീ ഇന്നു മുതൽ എന്റെ കീഴിലാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഞാനാണ് നിന്റെ അധ്യാപകൻ. അവൻ പറയുന്നത് കേട്ടതും മേഘ സന്തോഷത്തോടെ തലയാട്ടി. ലോകം കീഴടക്കിയ സന്തോഷത്തിൽ അവൻ തന്റെ മുടി സ്റ്റൈലായി ഒതുക്കി മേശയുടെ മുകളിൽ കയറിയിരുന്നു. ചേതൻ, നിന്റെ ജോലി കളയാതെ ഒരു കുട്ടിയെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നീ ഒന്നും പേടിക്കണ്ട, എല്ലാം ഈ ജഗൻ നോക്കിക്കൊള്ളാം. റെസ്റ്റ് ഇൻ പീസ് ബ്രദർ. തല ഉയർത്തി മനസ്സിലവൻ പറഞ്ഞു.